ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് ബാക്കിലെ ബോർഡിൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ എക്സ് ക്ലാസ് ടീമിലൊക്കെ ബാക്കിൽ നിൽപ്പുണ്ട്. നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിൽ ഒരു പുത്തൻ യാത്ര പോവാണ്. അങ്ങനെ അധികം ആരും ഉപയോഗിക്കാത്തൊരു വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ നമ്മളെ തേച്ചിട്ട് തുടങ്ങിയൊരു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളെ തേച്ചിട്ട് തുടങ്ങിയ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നുള്ളൊരു പ്രാസത്തിനൊപ്പിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. കോയമ്പത്തൂർ ബംഗളൂരു കണ്ടോൺമെൻറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇതാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. സാധാരണ ഇതിൽ നമ്മളെപ്പോഴും റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് എൻട്രൻസ് പിടിക്കാറ്. അവിടെയായിട്ടൊരു എക്സ് ക്ലാസ് ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട്. യൂഷ്വലി ഈ സൈഡിൽ നിന്ന് എൻട്രൻസ് പിടിക്കാറില്ല. ഇന്നിപ്പോൾ ഫോർ എ ചേഞ്ച് ഇപ്പുറത്തുനിന്ന് പിടിച്ചേക്കാന്ന് വെച്ചു. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 5 6:25 പുറപ്പെടും. ഇപ്പോൾ 7:25 പുറപ്പെടും. ഇപ്പോൾ 6:46 ആയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഞാനിവിടെ ആക്ച്വലി രാവിലെ 3 മണിക്കൊക്കെ ഞാനിവിടെ എത്തിയായിരുന്നു. അപ്പോൾ AC വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നു എന്നേ ഉള്ളൂ. നമുക്ക് ഉള്ളിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രെയിൻ 20642 പ്ലാറ്റ്ഫോം നമ്പർ 5 പുറപ്പെടും 7:25. നമുക്കൊന്ന് ഉള്ളിലോട്ട് പോകാം. നല്ല തിരക്കുണ്ട് ഉള്ളിലോട്ട് കയറാൻ. നമുക്ക് പതുക്കെ ഉള്ളിലോട്ട് കയറിയേക്കാം. ഇപ്പോൾ ട്രെയിൻ ഓൾറെഡി കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. സമയം ഇപ്പോൾ 6:49 ആയതുള്ളൂ. ഓൾറെഡി ഒരു റേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സാധനം ഇത്രയും നേരത്തെ കൊണ്ടുവന്നിരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 8 കോച്ചുള്ളൊരു റേക്കാണ്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തിനടുത്തായി. 1 വർഷത്തിനടുത്തായിട്ടും ഈ സർവീസ് ഒരുപാട് അങ്ങോട്ട് പോപ്പുലർ ആയിട്ടില്ല. ഇപ്പോൾ ഇന്നത്തെ ട്രിപ്പിനും ഏകദേശം 130 മേലെ സീറ്റ് കാലിയുണ്ട്. ചെയർക്കാറിൽ തന്നെ ഒരു കോച്ച് C5 കോച്ച് മൊത്തം കാലിയാണ്. കറണ്ട് അവൈലബിലിറ്റിയിൽ മൊത്തത്തിൽ കാലി കിടക്കുകയായിരുന്നു. 111 മറ്റോ സീറ്റ് മൊത്തത്തിൽ കാലിയുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവിൽ 11 സീറ്റിനടുത്ത് കാലിയുണ്ടായിരുന്നു. നമ്മളിന്ന് എക്സിക്യൂട്ടീവ് ചെയർക്കാറിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ 1ലാണ് നമ്മുടെ സീറ്റ്. ഇതാണ് നമ്മുടെ കോച്ച് 233925. ഇത് പവർ കാറാണ്, മോട്ടോർ കോച്ചാണ്. മോട്ടോർ കോച്ചല്ല, സോറി, ഇത് പാൻറ്റോഗ്രാഫുള്ള കോച്ച് മാത്രമാണ്. ഇത് ട്രെയിലർ കാറാണിത്. നമുക്കെന്നാൽ പതുക്കെ നമ്മുടെ കോച്ചിനകത്തേക്ക് കയറാം. തിരക്കാവുന്നതിന് നമുക്ക് ഇൻറ്റീരിയേഴ്സൊക്കെ ഒന്ന് കണ്ടേക്കാം. എക്സിക്യൂട്ടീവ് ചെയർക്കാറിൽ 52 സീറ്റാണുള്ളത്. നമുക്കിതിനകത്തോട് കയറി ഇൻറ്റീരിയേഴ്സൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കണ്ടേക്കാം. എന്തായാലും യാത്രക്കാർ കയറുന്നതിന് മുമ്പ് ലൈറ്റ്സ് ഒന്നും വന്നിട്ടില്ല. യാത്രക്കാർ കുറേശ്ശെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇൻറ്റീരിയേഴ്സ്. റെഡ് കളർ സീറ്റാണ്. റെഡ് കളർ 2x2 സീറ്റാണ്. നല്ല വീതിയുള്ള സീറ്റാണിത്. സീറ്റുകൾ ഓൾറെഡി പത്രമൊക്കെ വെച്ച് പോയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സീറ്റ്. നല്ല വീതിയുള്ള സീറ്റാണ്. നല്ല ഹെഡ് റെസ്റ്റും ഒക്കെ ഉള്ള അടിപൊളി സീറ്റാണിത്. നമുക്ക് തിരിക്കാൻ പറ്റുന്ന ടൈപ്പ് സീറ്റാണിത്. അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ്. എൻ്റെ ഒരു സീറ്റ് ഒരു അയൽ സീറ്റാണ്. സീറ്റ് നമ്പർ 3 ഇതാണ് എൻ്റെ സീറ്റ്. നമ്മുടെ സീറ്റിൻ്റെ നമ്മുടെ ട്രേ ടേബിൾ ഇവിടെ ആക്കുന്നതെന്ന് കണ്ടേക്കാം. ട്രേ ടേബിൾ ഇതിനകത്താണ് ഇരിക്കുന്നത്. ഇതാണ് എൻ്റെ ട്രേ ടേബിൾ. ട്രേ ടേബിൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് ഫുൾ ഓപ്പൺ ആവും. ഫുൾ സൈസായിട്ടുള്ള ട്രേ ടേബിൾ തന്നെ കിട്ടും. നമ്മൾ വിസ്താഡോമിൽ കണ്ടു. വിസ്താഡോമിൽ ഈ ചെറിയ പീസ് മാത്രമേ ഉണ്ട്. അതിൽ ഫുൾ സൈസ് തന്നെ കിട്ടും. ഉണ്ട്. അവരിതൊരു പവർ ടേൺ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ അകത്ത് ലൈറ്റ് AC ഒന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് അകത്ത് ഫുഡ് സർവീസിനുള്ള മറ്റേ ട്രോളീസ് ജസ്റ്റ് കൊണ്ട് അതോടെ കയറ്റാൻ പോകുന്നുള്ളൂ. ആരും വന്നിട്ടില്ല. സ്റ്റാഫൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് റേക്ക് നേരത്തെ കൊണ്ടുവന്നിട്ട് ഡോർ തുറന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ട്രെയിനിലോട്ടുള്ള ഫുഡ് ഇതാ ലോഡ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ജസ്റ്റ് ഫുഡ് എത്തി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബേസ് കിച്ചണിൽ നിന്ന് ഫുഡ് അവർ കോച്ചുകളിൽ ലോഡ് ചെയ്ത് തുടങ്ങി. സമയം ഇപ്പോൾ 7:14 ആയതേ ഉള്ളൂ. നമ്മൾ പുറപ്പെടാൻ ഇനിയും 11 മിനിറ്റ് ഉണ്ട്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന മംഗലാപുരമാണ്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന മാംഗ്ലൂർ എക്സ്പ്രസ് ആണ്. കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ്, പഴയ ഫാസ്റ്റ് പാസഞ്ചറാണ്. ഇതിന് പ്രത്യേകിച്ച് ലോക്കോ ഒന്നുമില്ലെങ്കിലും ലോക്കോ കാണാൻ ഞാനൊന്ന് പോവാണ്. അതായത് ഫ്രണ്ടിലെ ഡ്രൈവിംഗ് ക്യാബ് വരെ ഒന്ന് പോവാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഉറക്കം വരുന്നു ഭയങ്കര. കാര്യം ഇന്നലെ രാത്രി ഒരു 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. കാര്യം ഇന്ന് രാവിലെ ഏകദേശം 3 മണിക്ക് ഇപ്പോൾ 2:45 കോയമ്പത്തൂർ എത്തിയതാണ്. പിന്നെ കുറച്ച് നേരം വെയിറ്റിംഗ് റൂമിലിരുന്ന് ഉറങ്ങിയത് കൂടി ഉറങ്ങിയിട്ടുള്ളൂ. അതല്ലാണ്ട് ഉറങ്ങിയിട്ടില്ല ഇന്ന് രാത്രി. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇപ്പോൾ ചുമ്മാ പ്ലാറ്റ്ഫോമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അല്ലാത്ത വരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ഫ്രണ്ട് വരെ പോയിട്ട് തിരിച്ചു വരാം. ഇനിയും 9 മിനിറ്റും കൂടെ ഉണ്ട് നമുക്ക് പുറപ്പെടാൻ.
ഞാനിതിൽ കണ്ടത് വെച്ച് C5 മൊത്തം കാലിയാണ്. അപ്പോൾ ഞാനത് ശരിയാണോ എന്ന് കൂടി ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടാണ്. ആണെന്ന് തോന്നുന്നു. കാര്യം C5 ഒരു മനുഷ്യനെ പോലും കാണാനില്ല. ആകെ കാറ്ററിങ്ങിൻ്റെ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. കാറ്ററിങ്ങിൻ്റെ സ്റ്റാഫും TT ഇരിപ്പുണ്ട്, വേറെ ആരും ഇരിപ്പില്ല C5. C5 മൊത്തം കാലിയാണ്. കോച്ച് മൊത്തം കാലിയാണ്. അത്രയും ഡിമാൻഡുള്ള ട്രെയിനാണിത്. ഈ ട്രെയിൻ ഓടിക്കാൻ പറ്റും, പക്ഷേ എറണാകുളം ബാംഗ്ലൂർ വണ്ടി ഓടിക്കാൻ പറ്റില്ല. എറണാകുളം ബാംഗ്ലൂർ വണ്ടി ഓടിക്കാൻ പ്ലാറ്റ്ഫോം ഇല്ലെന്നാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ പറയുന്നത്. ഇതാണ് നമ്മുടെ ലീഡ് ഡ്രൈവിംഗ് ക്യാബ്. സമയം ഇപ്പോൾ 7:17. ഇനിയും ഒരു 8 മിനിറ്റ് കൊണ്ട് അങ്ങ് പോകാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കോച്ച് മൊത്തത്തിൽ കാലിയാണ്, ഒരു മനുഷ്യനില്ല ഇതിനകത്ത്. ഇതാണ് AC ചെയർക്കാർ കോച്ച്. AC ചെയർക്കാർ കോച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഫുള്ള് വീണ്ടും കാണിക്കുന്നൊന്നുമില്ല. നമ്മൾ ട്രിവാൻഡ്രം വന്ദേ ഭാരതിലൊക്കെ ഉള്ള പോലെ തന്നെ അതേപോലത്തെ കോച്ചാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഒറ്റ വ്യത്യാസമാണ് ഇതിനകത്ത് യാത്രക്കാരും എന്നുള്ളത്. നമ്മുടെ കോച്ചിന് വലിയ തിരക്കൊന്നുമില്ല. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഡോർസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ബട്ടൺ നമുക്ക് തന്നെ തുറക്കണം. ഓട്ടോമാറ്റിക് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ വലിയ തിരക്കൊന്നുമില്ല. ഒരുവിധം സീറ്റുകളൊക്കെ ഫുള്ളാണ്, അത്രേ ഉള്ളൂ. 11 സീറ്റ് കാലി ഉണ്ടായിരുന്നു ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ. എൻ്റെ സീറ്റ് തന്നെ ഇപ്പോൾ വേറൊരാൾ മാറ്റി. ഇപ്പോൾ ഞാനൊരു വിൻഡോ സീറ്റിലോട്ട് മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് വിൻഡോ ആണ്. കുറച്ച് നേരം കഴിഞ്ഞ് റൈറ്റ് സൈഡ് വിൻഡോ എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ച് മാറിയിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സാധാരണ എല്ലാ വന്ദേ ഭാരത് കോച്ചിനുള്ള പോലെ തന്നെ ഇതിലും ഇൻഡിവിജ്വൽ ചാർജിങ് സോക്കറ്റ്സ് ഉണ്ട്. ഈ സീറ്റിന് നടുക്കാണിത്. പിന്നെ ഈ സീറ്റ് റൊട്ടേറ്റബിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ ഇത് ചവിട്ടിത്തിരിക്കാവുന്നതാണ്. ഇതിന് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ 7:24 ആയിട്ടുണ്ട്. 15 ഡോർസ് ക്ലോസ് ആവണം. 7:24 ഡോർ ക്ലോസ് ആവുന്നു. അപ്പോൾ കൃത്യസമയമായ 7:25 നമ്മൾ പുറപ്പെടും. അപ്പോൾ സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. 7:25 കൃത്യമായിട്ട് പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ടാണ്. ആ കിടക്കുന്ന ചേരൻ എക്സ്പ്രസിൻ്റെ റേക്കാണ്. ചേരൻ എക്സ്പ്രസിൻ്റെ റേക്ക് തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം മെയിലായിട്ടും വരുന്നത്. റേക്ക് ഷെയറിംഗ് ഉണ്ട്. പുതിയ ബോർഡിൽ കോയമ്പത്തൂർ ജംഗ്ഷൻ ഇല്ല കേട്ടോ, കോയമ്പത്തൂർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അകത്തൊരു വന്ദേ ഭാരതും കൂടെ കിടക്കണ്ടല്ലോ. ഒരു വന്ദേ ഭാരതിൻ്റെ ഇതും കൂടെ കിടക്കണ്ട അകത്ത്. ചെന്നൈയിലെ റേക്കിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതല്ല, സ്പെയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അകത്തുള്ള സർവീസ് തുടങ്ങി. ആദ്യം വന്നത് റെയിൽ നീറാണ്. 10 രൂപയുടെ 1/2 ലിറ്റർ റെയിൽ നീർ ബോട്ടിൽ. 10 രൂപയുടെ ബോട്ടിലാണ് തരുന്നതെന്നുണ്ടെങ്കിലും കാറ്ററിങ്ങിൽ 15 രൂപ ചാർജ് ചെയ്യുന്നുണ്ട് അവർ ഇതിന്. അപ്പോൾ നമ്മൾ
ജസ്റ്റ് കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷൻ വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സ്പീഡ് പിടിച്ചിട്ടില്ല കേട്ടോ. കോയമ്പത്തൂർ വിട്ട പോലെ ഈ സ്പീഡ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ലോ വോളിയൂമിൽ വെൽക്കം അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പത്രം തന്നിട്ടുണ്ട്. പത്രം പക്ഷേ തന്നിരിക്കുന്ന രണ്ടും തമിഴ് പത്രമാണ്. അവർ ദിനത്തന്തിയും അതുപോലെ ദിനമലരും തന്നിട്ടുണ്ട്. തമിഴ് പത്രങ്ങൾ തന്നിരിക്കുന്നത്, മലയാളം ഇംഗ്ലീഷ് പത്രമൊന്നുമില്ല. ഇത്രയൊന്നും തമിഴ് വായിക്കാനുള്ള ഞാനും എനിക്കില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ മേട്ടുപ്പാളയം ലൈനിൽ പിരിഞ്ഞ് നമ്മൾ ഇരികൂർ ഭാഗത്തോട്ട് പോകുന്നു. വണ്ടി വിട്ട് വെള്ളം വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് പത്രം വന്നു. ടൈംസ് ഓഫ് ഇന്ത്യ കൊണ്ട് തന്നിട്ട് പോയി. എനിക്ക് തോന്നുന്നു മറ്റേത് പത്രക്കാർ നേരിട്ട് തന്നത് കയറാം. അതിൻ്റെ മുകളിൽ അത് നോർമലി ഇതല്ലാന്ന് എഴുതിയിട്ടുണ്ടതാണ്. ഇത് മറ്റേ കോംപ്ലിമെൻ്ററി കോപ്പിയാണെന്ന് എഴുതിയിട്ടുണ്ട് തമിഴ് ഇതിന് മുകളിൽ. അങ്ങനെ എന്തോ സീനാണെന്ന് തോന്നുന്നു. ഓട്ടോറിറ്റസ് ഇംഗ്ലീഷ് പത്രം എന്ന് കുറച്ച് പേപ്പർ വായിക്കാം. നമ്മളങ്ങനെ ഇരികൂർ എത്താണ് ട്രെയിനിൽ. അതായത് നമ്മൾ ഈ ടൗണിൽ നിന്ന് ഇറങ്ങി ഹൈവേയിലോട്ട് കയറില്ലേ, നമ്മൾ ടൗണിൽ നിന്ന് ഇറങ്ങി ബൈപ്പാസ് റോഡിലൊക്കെ കയറുന്നത്, അങ്ങനത്തെ ഒരു പ്രതീതിയാണ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങി ഇരികൂർ കയറുന്നത്. കാര്യം ഇരികൂറാണ്, ഇവിടെ നിന്നാണ് ശരിക്കും മെയിൻ ലൈനിലോട്ട് കയറുന്നത്. നമ്മളങ്ങനെ ജസ്റ്റ് ഇരികൂർ എത്തി മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യണം. ഇരികൂർ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ജീവൻ വെച്ചു. അത് സൈഡിലെ ഫെൻസിങ് വർക്ക് നടക്കുന്നതാണ്. ഇവിടെ സിഗ്നലിങ്ങിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞാൽ ഇവിടെ 130 km/h സ്പീഡ് വരും കേട്ടോ. 130 km/h സ്പീഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിന്നെ ട്രെയിനുകളെ പിടിച്ചാൽ കിട്ടൂല. ഇവിടെ ഫെൻസിങ്ങിൻ്റെ വർക്ക് നമ്മുടെ കഴിഞ്ഞ ട്രിപ്പ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലോണം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മാർച്ചിനുള്ളിൽ ഒരു 130 കമ്മീഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. മീൻ വൈൽ നമ്മുടെ ഫുഡ് സർവീസിലെ ആദ്യത്തെ ഐറ്റം എത്തിയിട്ടുണ്ട്. ഫുഡ് സർവീസ് ആദ്യമായിട്ടെന്ന് പറയുന്നത് ആദ്യത്തെ കോഫി കിറ്റ് വന്നിരിക്കുന്നത്. കോഫി കിറ്റിൽ ഒരു കോഫി കിറ്റ്, യൂണിവീക്കിൻ്റെ ബിസ്ക്കറ്റ്, പിന്നെ റിഫ്രഷിങ് വൈപ്സ്, പിന്നെ ഒരു ഫോൺ ചൈന കപ്പ്. ഇതിനകത്തിന് ചൂടുവെള്ളം വരും. അപ്പോൾ ഇതിനകത്ത് എന്തായാലും നമുക്ക് നോക്കാം. കോഫി കിറ്റിനകത്ത് ഉണ്ടായിരുന്നത് കോണ്ടിനെൻ്റലിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഒരു ഡയറി ക്രീമറും, പിന്നെ അതുപോലെ പഞ്ചസാരയും, ഒരു സ്റ്റിററും ഉണ്ടായിരുന്നു. വാഞ്ചിപ്പാളയം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ പുറപ്പെട്ടപ്പോൾ വലുതായിട്ട് സ്പീഡ് പിടിച്ചിട്ടില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് സ്പീഡ് പിടിക്കും, ഇടയ്ക്ക് സ്ലോ ഡൗൺ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വാഞ്ചിപ്പാളയം എത്തിയിരിക്കുന്നു. നമ്മൾ ജസ്റ്റ് തിരുപ്പൂർ സ്റ്റേഷനിലേക്ക് എത്താണെന്ന് അനൗൺസ്മെൻറ്റ് എത്തി. തിരുപ്പൂർ എത്താറായെന്നൊന്ന് കണ്ടിട്ട് സ്ഥലമായിരുന്നു. മീൻവേൽ അടുത്ത ഐറ്റമായ കോൺഫ്ലെക്സ് എത്താറായിരുന്നു. അപ്പോൾ അങ്ങനെ കോൺഫ്ലെക്സും അത് കഴിക്കാനുള്ള ഇത് വന്നു. പാല് വെച്ചു. നമ്മൾ ജസ്റ്റ് തിരുപ്പൂരിലോട്ട് ഉള്ള ലൂപ്പ് ലൈനിലോട്ട് കയറി. ഈ കോച്ചിൻ്റെ ആണോ ഈ ട്രെയിനിൻ്റെ മൊത്തമാണോ എന്നറിയില്ല, അതോ ട്രാക്കിൻ്റെ ആണോ എന്നറിയില്ല. റൈഡ് കംഫർട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അത്യാവശ്യം കുലുക്കൊക്കെ അറിയുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു വന്ദേ ഭാരത്തിൽ പോകുന്ന പോലൊരു റൈഡ് കംഫർട്ട് എനിക്ക് തോന്നിയില്ല.
ഈ ട്രാക്കിൻ്റെ ആണോ അതോ ഈ കോച്ചിൻ്റെ പർട്ടിക്കുലർ കോച്ചിൻ്റെ മെയിൻ്റനൻസിന് എന്തെങ്കിലും ആണോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായി തിരുപ്പൂരിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കോൺഫ്ലെക്സിൻ്റെ പാലൊക്കെ വന്ന് നമ്മൾ പാൽ ഒഴിക്കുമ്പോഴേക്കും തിരുപ്പൂരിന് നമ്മൾ പുറപ്പെടാറ്. സമയം ഇപ്പോൾ 8:16. ജസ്റ്റ് എടുക്കുന്നു. ലൂപ്പ് ലൈൻ ഡിപ്പാർച്ചറാണ്. അത് ഫുൾ സ്പീഡിൽ വലിച്ച് പറിച്ചെടുക്കുകയൊന്നുമില്ല, അതൊക്കെ ഇറങ്ങുകയുള്ളൂ. എന്നാലും അത്യാവശ്യം സ്പീഡിൽ തന്നെ എടുത്തിരിക്കുന്നത്. 30 kmph പോയിൻറ്റ്സ് ആണ്. നമ്മൾ ഈ റോഡ് അടുത്തുകൊണ്ടിരിക്കുന്നു. തിരുപ്പൂർ വിട്ടിട്ട് കുറച്ച് നേരം എനിക്കൊന്ന് വിജയമംഗലമൊക്കെ എത്തിയെന്ന് തോന്നുന്നു. ഇതൊരു ഫ്രൈറ്റർ ഓവർടേക്ക് ആണോ അതോ സ്റ്റേബിൾഡ് ഫ്രൈറ്ററാണോ എന്നറിയില്ല. ഓവർടേക്കാണ്. G9 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കോയമ്പത്തൂരിൽ നിന്ന് ബോർഡ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് പാക്ക് ചെയ്ത് കോയമ്പത്തൂരിൽ നിന്ന് HBF1 എന്നാണ് ഇരിക്കുന്നത്. HBF1 എന്ന് പറയുമ്പോൾ ഇഡ്ഡലി ആയിരിക്കണം. ഇഡ്ഡലി പൊങ്കൽ കേസരി, 2 ഇഡ്ഡലി പൊങ്കലും കേസരി. അപ്പോൾ ഇത് സാമ്പാറായിരിക്കണം. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. 2 ഇഡ്ഡലി, കുറച്ച് പൊങ്കൽ, വളരെ കുറച്ച് ഒരു 2 സ്പൂൺ കേസരി, സാമ്പാർ, തക്കാളിയുള്ളൊരു ചട്നി, ഒരു ലോട്ടസ് ചോക്കോപ്പായി, പിന്നെ റിയലിലൊരു ആപ്പിൾ ജ്യൂസ്, ഹാൻഡ് സാനിറ്റൈസറും ഒരു വുഡൻ സ്പൂൺ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഡ്രൈ ആണ്. പൊങ്കലൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. ഇഡ്ഡലിയും ഭയങ്കര ഡ്രൈ ആയി. ആയിട്ട് ഇഡ്ഡലിക്കെല്ലാം പാറക്കല്ല് പോലെ. സാമ്പാർ കൊള്ളാം, സാമ്പാറിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട്. പക്ഷേ ഇഡ്ഡലി ഭയങ്കര ഡ്രൈ ആയി. അതിൽ പൊങ്കലും ഭയങ്കര ഡ്രൈ ആയി. ചട്ടിക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഒരു ഇഞ്ചി നന്നായിട്ടുണ്ട്, തക്കാളി ഉണ്ട്, തക്കാളിയുടെ ഒരു പുളി ഫീൽ ചെയ്യുന്നുണ്ട്, ഇഞ്ചി ഉണ്ട്. ഇതല്ലാണ്ടൊരു ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ട്. ഓവറോൾ കുഴപ്പമില്ല. എപ്പോഴാണ് നമ്മൾ ഈ റോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ജസ്റ്റ് ഈ റോഡ് യാർഡിലേക്ക് കയറുന്നു. അപ്പോൾ അല്പം മുമ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഈ റോഡ് ഡീസൽ ലോക്കോ ഷെഡ് കാണാം. ഡീസൽ ലോക്കോ ഷെഡ് എന്ന പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബ്ലൂ ഷെഡ്, ആ മരങ്ങളുടെ പുറകെ കൂടെ ഒരു ചെറിയൊരു ബ്ലൂ കളർ കാണാൻ പറ്റുന്നോ എന്നറിയില്ല. അതാണ് ഡീസൽ ലോക്കോ ഷെഡ്. ഒരു നാഗ്പൂർ ബേസ്ഡ് വാക് 12B കിടക്കുന്നുണ്ട്. 60398. ഏത് പ്ലാറ്റ്ഫോമിലേക്കാണോ പോകുന്നത്? റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം. നമുക്ക് പ്ലാറ്റ്ഫോം കാണാൻ വഴിയില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി ഈ റോഡിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ ജസ്റ്റ് സ്പീഡ് പിടിക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ട്. ഈ റോഡ് സ്റ്റേഷനിൽ നിർത്തുന്നതൊന്നും പിടിക്കാൻ പറ്റില്ല. കഴിച്ച് കഴിയുമ്പോഴേക്കും വണ്ടി പുറപ്പെട്ടായിരുന്നു.
റൈറ്റ് സൈഡിലായിട്ടാണ് ഈ റോഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡ്. നമ്മളെല്ലാ ട്രിപ്പിലും നമ്മളത് കാണിക്കാറുണ്ട്. ഞാൻ യൂഷ്വലി ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് കാണിക്കാറേ ഇല്ല, ആദ്യമായിട്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് കാണിക്കുന്നത്. ജസ്റ്റ് കാവേരി നദി കടക്കാൻ പോകണം. അടുത്ത സ്റ്റോപ്പ് സേലം ആണെന്നുള്ള അനൗൺസ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. സേലത്തേക്ക് ഏകദേശം 1 മണിക്കൂർ എടുക്കും. ഇതാണ് കാവേരി നദിക്ക് കുറുകെയുള്ള പാലം. ഈ പാലം കഴിഞ്ഞാൽ ട്രെയിൻ നേരെ കാവേരി എന്നുള്ള സ്റ്റേഷനിലേക്കാണ് കയറുന്നത്. അങ്ങനെ സേലത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. 107 kmph 109 kmph സ്പീഡുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിതിൻ്റെ ടോയ്ലറ്റ് നോക്കിയേക്കാം. വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ്. ആദ്യം തന്നെ കയറി വന്ന് ഇപ്പോൾ തന്നെ കമോഡ് ലോക്ക് ചെയ്യാൻ മറക്കരുത്. ഇവിടെയുള്ള ഹുക്ക് മിസ്സിംഗ് ആണ്. ഇവിടെ ഹുക്ക് മിസ്സിംഗ് ആണ്. ഫ്ലഷ് കമോഡ് അത്യാവശ്യം വൃത്തിയുണ്ട്. ടോയ്ലറ്റ് പേപ്പറൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഫോസറ്റുണ്ട്, വെള്ളമുണ്ട്. ആൾക്കാർ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമുണ്ട്. ഹാൻഡ് ഡ്രയറുണ്ട്, സോപ്പ് ഡിസ്പെൻസറുണ്ട്. ടച്ച് ഫ്രീ സോപ്പ് ഡിസ്പെൻസറാണ്. അതുണ്ട്, മിററുണ്ട്. സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം സേലം എത്താറായി. സേലം ജംഗ്ഷനോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ തൊട്ടുമ്പത്തെ സ്റ്റേഷനായ വീരപാണ്ടി റോഡായിരുന്നു പാസ് ചെയ്തപ്പോൾ. ആ സേലം സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് വരുന്ന ലൈൻ എനിക്ക് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവാൻ സാധ്യതയില്ല, കാര്യം ഇത്തിരി ദൂരത്താണത്. മീൻവെൽ ഇപ്പോഴത്തെ സൈഡിൽ കരൂർ സൈഡിൽ നിന്നുള്ള ലൈൻ നമുക്ക് കാണാം. എന്താണ് കരൂർ സൈഡിൽ നിന്നുള്ള ലൈന്. ഈ ട്രെയിന് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി കർണാടകയിൽ അവസാനിക്കുന്നുണ്ട്. തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷും 4 ഭാഷയിൽ അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മൾ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സ്പെഷ്യൽ യാത്ര പോയാൽ 5 ഭാഷയിൽ അനൗൺസ്മെൻ്റ് ഉണ്ട്. മലയാളം കൂടി ഉണ്ടായിരുന്നു.
ഇതാ വരുന്നതാണ് ബിരുദാചലത്തു നിന്ന് വരുന്ന ലൈൻ, ബിരുദാചലം മാത്തൂർ അങ്ങനെ വരുന്ന ലൈനാണ്. ഈ ലൈനുകളിലെല്ലാം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നമ്മൾ ജസ്റ്റ് സേലം ജംഗ്ഷനിലോട്ട് കയറുന്നു. നമ്മുടെ ലഞ്ച് ഇവിടുന്ന് ലോഡ് ചെയ്യുന്നതാണ് കേൾക്കുന്നുണ്ട്. ലഞ്ച് ഇവിടുന്ന് ലോഡ് ചെയ്യുന്നത്. സേലത്തു നിന്നുള്ള ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ സേലത്തു നിന്നാണ് ഫുഡ് കയറ്റുന്നത്. സേലത്തു നിന്ന് അവർ ഫുഡ് ജസ്റ്റ് ലോഡ് ചെയ്തു. നമ്മൾ ഏകദേശം 5 മിനിറ്റ് ലേറ്റാണ്. ഒരുപാട് നേരം എന്താ ഞാൻ പുറത്തിറങ്ങി നിൽക്കുന്നില്ല, കാര്യം ഈ സാധനത്തിന് അറിയാമല്ലോ, ഡോർ അടഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോറണങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഉള്ളിലോട്ട് കയറിയുള്ളൂ. കയറിയതെന്താ ലൈറ്റ് അടിച്ചു കഴിഞ്ഞു. നമ്മൾ പുറപ്പെടുകയായി. ഈ സാധനം നിർത്തുന്നു എടുക്കുന്നതൊക്കെ വളരെ വളരെ പെട്ടെന്നാണ്. നിർത്തുന്നു എടുക്കുന്നു അത്രേ ഉള്ളൂ. വിട്ട് കഴിഞ്ഞു സ്ഥലത്തുനിന്ന് കഷ്ടിച്ച് 2 മിനിറ്റ്. സോ ഡോർ തുറക്കുന്ന അടയ്ക്കുന്ന എല്ലാം അടക്കം 2 മിനിറ്റ്. 9:37 നിർത്തിയത്, 9:39 വിട്ടും കഴിഞ്ഞു. കാണുന്നത് നമ്മുടെ ഇവിടെ നിന്നുള്ള ബൈപ്പാസ് ലൈനാണ്. മാഗ്നസ് ജംഗ്ഷൻ സൈഡിൽ നിന്ന് വരുന്ന ബൈപ്പാസ് ലൈൻ. നമ്മൾ ഇന്റർസിറ്റി എക്സ്പ്രസ് എന്ന ലൈൻ വഴി നമ്മൾ യാത്ര ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ അധികം താമസിച്ചാൽ നമ്മൾ മാഗ്നസ് ജംഗ്ഷനിലെത്തി. നമ്മൾ തിരിഞ്ഞ് ടുവേർഡ്സ് ഓമലൂർ പോകും. ഓപ്പോസിറ്റ് ലൈനിൽ കേരള എക്സ്പ്രസ് പോകുന്നുണ്ട്. സിഗ്നലൊക്കെ പച്ച. നമ്മൾ തിരിഞ്ഞതിന് മുമ്പ് കേരള എക്സ്പ്രസ് പോയിരുന്നെങ്കിൽ അതിനൊന്ന് കാണാമായിരുന്നു. കേരള എക്സ്പ്രസ്സിന് ഏറെക്കുറെ ഓൺ ടൈമാണ്. നമ്മൾ തിരികെയായി തോന്നുന്നു. നമ്മൾ ജസ്റ്റ് പോയിൻറ്റ്സ് കടക്കുന്നു. കേരള എക്സ്പ്രസ് ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ അതിനെ കാണാൻ നമുക്ക് യോഗമില്ല. ഈ കാണുന്ന ആ പോയതാണ് മെയിൻ ലൈൻസ്. നമ്മളിപ്പോൾ ഓമലൂർ സൈഡിലേക്ക് തിരിഞ്ഞു. ഒരു 2 മിനിറ്റ് വന്നിരിക്കും. നേരത്തെ ഒന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ആ കാണുന്ന ബിൽഡിംഗ് ആണ് മാഗ്നസൈറ്റ് ജംഗ്ഷൻ ക്യാബിൻ. ഇപ്പോൾ
നമ്മളങ്ങനെ ഓമലൂർ ലൈനിലോട്ട് കയറി സ്പീഡ് പിടിച്ചു തുടങ്ങി. നമ്മൾ ഓമലൂർ സ്റ്റേഷൻ കടന്ന ഉടനെ നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറും. ഓമലൂർ സ്റ്റേഷൻ ഇൻക്ലൂഡിങ് സദേൺ റെയിൽവേയിലാണ്. ഇപ്പോൾ ഈ കാണുന്ന ലൈനുകൾ, ഈ കാണുന്ന നമ്മൾ തൊട്ടടുത്ത് കാണുന്ന ലൈൻ നമ്മൾ സേലം ജംഗ്ഷനിൽ നിന്ന് കണ്ട ആ ലൈനാണ്, മാഗ്നസൈഡ് ബൈപ്പാസ് ലൈൻ എന്ന് പറഞ്ഞ ലൈന്. അതിനപ്പുറത്തോട്ട് മാറി കിടക്കുന്ന ലൈനുകൾ ചെന്നൈ സൈഡിലുള്ള ലൈനുകളാണ്. എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ചെന്നൈ സൈഡിലോട്ടുള്ള ലൈനുകൾ അത് ഫ്രൈറ്റുകൾ ഉപയോഗിക്കുന്ന ലൈനാണ്. നമ്മൾ ജസ്റ്റ് ഓമലൂർ സ്റ്റേഷനിലേക്ക് എത്തുന്നു. മിക്കവാറും ഇവിടെ നിർത്താൻ സാധ്യതയുണ്ട്. ഓപ്പോസിറ്റ് ലൈൻ ഇൻ്റർസിറ്റി വരുന്നുണ്ട്. ഇവിടെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് മെയിൻ ലൈനിൽ. നമ്മൾ ഓമലൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇൻ്റർസിറ്റി കടന്നുപോയി. നമ്മൾ ആ ഫ്ലൈറ്റിനകത്ത് ഇൻ്റർസിറ്റി കടന്നു കാണാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ചായ. ഇപ്രാവശ്യം മറ്റേ ബോൺചാന കപ്പില്ല, ഇപ്രാവശ്യം സാധാരണ പേപ്പർ കപ്പാണ്, പക്ഷേ റിബ്ഡ് പേപ്പർ കപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചായ ഇപ്രാവശ്യം മേടിച്ചത്. ഇപ്പോൾ ചായ്സപ്പിൻ്റെ അസാം ഗോൾഡ് പ്രീമിയം അസാം ടീം ഷുഗറിൻ്റെ പാക്കറ്റാണ്. പാൽപ്പൊടി തന്നിട്ടില്ല. പാൽപ്പൊടി തരണേന്ന് പറഞ്ഞാൽ ഇത് തന്നിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് ബ്ലാക്ക് ടീ കുടിക്കാം, സാരില്ല. ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ചൂടുവെള്ളം വന്നു. നമുക്കെന്നാൽ ചായ ഉണ്ടാക്കാം. നമ്മളങ്ങനെ ഓമലൂർ കഴിഞ്ഞ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ സിംഗിൾ ലൈൻ ടെറിട്ടറിയിലോട്ട് കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ബയ്യപ്പനഹള്ളി എത്തുന്നവരെ സിംഗിൾ ലൈൻ ടെറിട്ടറി തന്നെയാണ്. നമ്മളങ്ങനെ മല കയറി തുടങ്ങി. ഇവിടുത്തെ ഘാട്ട് സെക്ഷൻ, സേലത്തിനും ധർമ്മപുരിക്കും ഇടയ്ക്ക് ഒരു ഘാട്ട് സെക്ഷൻ ഉണ്ട്. തൊപ്പൂരിനും ധർമ്മപുരിക്കും ഇടയ്ക്കാണ്, ടു ബി മോർ സ്പെസിഫിക്. നമ്മൾ ആ ഘാട്ട് സെക്ഷൻ ജസ്റ്റ് കയറി തുടങ്ങി. തൊപ്പയാറ് ഡാമാണ് കാണുന്നത്.
പോകാനുള്ള ലൈനാണ് ലെഫ്റ്റ് കാണുന്നത്, കണ്ടോ? ഈ ഗാർഡ് സെക്ഷനിൽ ഏകദേശം 45 kmph ഒറ്റ സ്പീഡ് റെസ്ട്രിക്ഷൻ. കാരണം കുറേ നേരം നമ്മൾ ഡിസ്പ്ലേയിൽ 46, 45 മാറി കാണിക്കുന്നത്. അപ്പോൾ 45 kmph 50 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഈ റൂട്ടിലെ ട്രെയിനുകളുടെ ഈ റൂട്ടിൽ ഇങ്ങനെ പ്രീമിയം ട്രെയിനുകളിൽ വിടുന്നതിലൊരു മേജർ റെസ്ട്രിക്ഷനാണ്. അതുകൊണ്ടുകൂടിയാണ് മധുരൈ വന്ദേ ഭാരത് വന്നപ്പോൾ അത് ജോലാർപേട്ട വഴി വിട്ടത് വരെ. ധർമ്മപുരി സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ധർമ്മപുരി സ്റ്റേഷൻ എനിക്ക് തോന്നുന്നു മറ്റേ സൈഡിലാണ് നമ്മൾ വരിക, മെയിൻ പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മൾ നിർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം വരിക. നമ്മൾ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് തോന്നുന്നു, മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ്.
അല്ല വിചാരിച്ച പോലെ തന്നെ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ. നമ്മളങ്ങനെ ധർമ്മപുരിയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ധർമ്മപുരിയിലെ പ്ലാറ്റ്ഫോം 1-ലെത്തിയിരിക്കുകയാണ്. അപ്പോൾ കാരേക്കൽ എക്സ്പ്രസ് വരും എന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. കാരേക്കൽ എക്സ്പ്രസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. WAP 7 ഹോൾഡാ 37608 കൃഷ്ണരാജപുരത്തിൻ്റെ WAP 7 പാസഞ്ചർ ട്രെയിനൊക്കെ WAP 7 അതിൻ്റെ അമ്മ. സെക്കൻഡ് സൈഡായിട്ട് പോലും അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് പുറപ്പെടാനുള്ള സിഗ്നലായി. നമ്മുടെ എന്ത് ഹോണടി കേട്ടത്. നമ്മുടെ ഡോർ ക്ലോസ് ആവുമായി. ക്ലോസ്ഡ്. പിന്നെ ഇപ്പോൾ നമുക്കിനി പുറപ്പെടാൻ വലിയ സമയമൊന്നും വേണ്ട. വിട്ടും കഴിഞ്ഞു. അതാണ് വന്ദേ ഭാരത് സ്റ്റോപ്പ് ചെയ്യുന്നൊരു ബോർഡുണ്ട്. പിന്നെ ഇത് വന്ദേ ഭാരത് ശരി ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കുന്നത്. അപ്പം അങ്ങനെ ധർമ്മപുരി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റോപ്പ് ഹൊസൂരാണ്. എനിക്കൊന്ന് ഹൊസൂർ എത്തുമ്പോഴേക്ക് ഏകദേശം അവർ ലഞ്ച് സെർവ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മൾ 1:30 ഒക്കെ ആകുമ്പോഴേക്കും ബാംഗ്ലൂർ എത്തും. അപ്പോൾ നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറി. ഈ റൂട്ടിൽ കാര്യമായിട്ട് ക്രോസിങ്സ് ഒന്നുമില്ല. നമ്മൾ മറ്റേ റൂട്ടിൽ മെയിൻ ലൈനിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുകയൊക്കെ ആയിരുന്നുകൊണ്ടും ലെഫ്റ്റ് സൈഡിൽ സീറ്റ് ആയതുകൊണ്ടും ക്രോസിങ്സ് ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഈ റൂട്ടിലൂടെ കയറിയിട്ടുണ്ടായിരുന്നൊരു ക്രോസിങ് ഇൻ്റർസിറ്റി ആയിരുന്നു. അത് ഓമലൂരിൻ്റെ ഫ്ലൈറ്റ് കാരണം അത് പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ആ കൂടെ കിട്ടിയത് കാരേക്കൽ എക്സ്പ്രസ്, അതിപ്പോൾ നമുക്ക് കിട്ടി. അല്ലാണ്ട് വേറെ ക്രോസിങ്സ് ഒന്നും നമുക്ക് കാര്യമായിട്ടില്ല. പിന്നെ ഈ വന്ദേ ഭാരത്തിൽ നമുക്ക് ക്രോസിങ്സ് ഒന്നും പിടിക്കാനും പറ്റില്ലല്ലോ. നമ്മളെന്തായാലും ഒരു അടിപൊളി ഒരു ലോങ് ഡിസ്റ്റൻസ് വന്ദേ ഭാരത് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി ട്രിപ്പാണ്. അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. പ്ലാനിങ് ഫേസിലാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. നടന്ന അടിപൊളിയാവും. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ നമുക്കിനി കുറച്ച് നമ്മുടെ സീറ്റിൽ തിരിച്ചു പോയിരിക്കാം. നീ ഹൊസൂരെത്തിയിട്ട് ബാക്കി കാണാം.
അപ്പോൾ നമ്മുടെ ലഞ്ച് സർവീസ് തുടങ്ങാനുള്ള സമയം, ലഞ്ച് സർവീസ് തുടങ്ങാനുള്ള സമയമായിട്ടില്ല, 11:30 ഉള്ളൂ. അപ്പോൾ ഒരു സൂപ്പിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. സൂപ്പിൻ്റെ കൂടെ ആദ്യം വന്നിരിക്കുന്നത് ട്രേ വന്നത്, അതിൽ അമൂലിൻ്റെ ബട്ടറുണ്ട്, ബട്ടർ ചിക്കറ്റ് ഉണ്ട്, സൂപ്പ് സ്റ്റിക്ക് ഉണ്ട് 2 പിന്നെ സാനിറ്റൈസർ, ഉപ്പ്, കുരുമുളക്, പിന്നെ ഒരു സൂപ്പ് ബൗൾ, സൂപ്പ് സ്പൂണും, പിന്നെ ഫുഡ്സ് അപ്പ് പ്രീമിയമിൻ്റെ ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ ചപ്പട്ട സൂപ്പ്. ഇതാണ് വന്നിരിക്കുന്നത്. നമ്മൾ ശതാബ്ദിയിൽ യാത്ര ചെയ്തപ്പോൾ ശതാബ്ദിയിൽ വന്ന നോറിൻ്റെ സൂപ്പായിരുന്നു, നല്ല സൂപ്പായിരുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, നല്ല നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ചൂടുവെള്ളം വരണം, നമുക്ക് പൊടി ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം. ആ പൊടി തുറന്നിട്ടപ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ട്. നല്ല വെളുത്ത കളറുള്ളൊരു പൊടിയാണിത്. ഒരുമാതിരി നമ്മുടെ ഈ എന്താ പറയുക, ചുണ്ണാമ്പും പുകലയുടെയൊക്കെ ഒരു മണം പോലെ വാങ്ങുന്നത്. നല്ല തുറന്നിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് സൂപ്പ് സ്റ്റിക്കും തുറന്ന് നോക്കാൻ. 2 സൂപ്പ് സ്റ്റിക്സ് ഉണ്ട്. ഇതാണ് സൂപ്പ് സ്റ്റിക്ക്. 2 സൂപ്പ് സ്റ്റിക്ക് ഉണ്ട്. മീൻവെൽ നമ്മൾ ഏതോ ഒരു സ്റ്റേഷൻ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ സ്റ്റേഷൻ എന്നറിയില്ല, റായക്കോട്ടെ സ്റ്റേഷനാണ്. നമ്മൾ റായക്കോട്ടെ സ്റ്റേഷൻ വഴി ഓടുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഹൊസൂർ എത്താറായി. ഹൊസൂർ 12 മണിയാണ് ടൈം. അപ്പോൾ വലിയ ഡിലേ ഇല്ല, ഏറെക്കുറെ ഒരു എനിക്കൊന്ന് 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ ഡിലേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ചൂടുവെള്ളം വന്ന് നമ്മുടെ സൂപ്പ് റെഡി ആയി കഴിഞ്ഞു. സൂപ്പ് എങ്ങനെ നമുക്കൊന്ന് കുടിച്ച് നോക്കാം. സൂപ്പ് ഉണ്ട്. ഒരു തക്കാളി സൂപ്പിൻ്റെയൊക്കെ സ്വാദുണ്ട്, ഒരു പുളിയുണ്ട്, ചെറിയൊരു മസാല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ തക്കാളി സൂപ്പ് പോലെയൊക്കെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. നല്ലോണം നേർത്തതാണ്. കുഴപ്പമില്ല, മാനേജബിളാണ്. ഇപ്പോൾ സൂപ്പ് പൊടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹൊസൂരിലോട്ട് എടുക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ചെറിയ റിസർവ് ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുന്നും മലയൊക്കെ ഉണ്ട്. എന്താണ് വലിയ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ഗാർഡ് സെക്ഷൻ അല്ല, എന്നാലും ചെറിയൊരു ഗാർഡ് സെക്ഷനായിരുന്നു. ഈ റൂട്ടിൽ കാര്യയുടെ സ്പീഡ് എടുക്കാനേ പറ്റില്ല. നമ്മൾ ഏറെക്കുറെ 100 ആണ് മാക്സിമം സ്പീഡിൽ പറ്റും. പക്ഷേ ഒരു 80 റേഞ്ചാണ് ഏകദേശം ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റൂട്ട് വന്ദേ ഭാരതിന് പറ്റില്ല എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പെരിയനാഗത്തുണ എന്ന് പറയുന്ന സ്റ്റേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രാക്ക് വർക്ക് നടക്കുന്നു. ഫുൾ ട്രാക്കിന് വേണ്ടി അവിടെ നിൽപ്പുണ്ടാകും. സ്പീഡ് റെസ്ട്രിക്ഷനും ഉണ്ട്. $50 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് ഇവിടെ. ഇപ്പോൾ സമയം ഏകദേശം 12:10. ഓക്കെ, ഹൊസൂർ എത്തുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ലഞ്ച് അവർ സെർവ് ചെയ്തു. കാര്യം അവർക്ക് ബാംഗ്ലൂർ എത്തുമ്പോഴേക്കും ഇത് കഴിഞ്ഞത് ക്ലിയറൻസ് ഒക്കെ തീർക്കണമല്ലോ. അപ്പോൾ ലഞ്ച് സെർവ് ചെയ്തു. ഈ ലഞ്ച് അവർ ലോഡ് ചെയ്തത് സേലത്തുനിന്നായിരുന്നു. അപ്പോൾ ഹോട്ട് പോട്ട് വെച്ചിരിക്കുകയായിരുന്നു. ചെറിയൊരു ചൂടുണ്ട് ഫുഡിന് എന്തായാലും. അപ്പോൾ നമുക്കിതൊന്ന് അൺപാക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ മുകളിൽ സ്റ്റിക്കറൊന്നുമില്ല. സാധാരണ ഇതിൻ്റെ മുകളിൽ എവിടെ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റിക്കർ വേണ്ടതാണ്, പക്ഷെ അതൊന്നും ഇല്ല. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഹൊസൂർ എത്തി. ഞാൻ ഫുഡ് അൺപാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും വണ്ടി ഹൊസൂർ എത്തി. സമയം 12:13. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ നമ്മുടെ ഫുഡിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡിൽ. നമുക്ക് റൈസ് ഉണ്ട്, ജീര റൈസാണ്. ഇത് സാമ്പാറാണ്. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും കൂടെയുള്ളൊരു മെഴുക്കുരട്ടി പോലെ ഉണ്ട്. പിന്നെ ഒരു പനീർ കറിയുണ്ട്. 2 കട്ടിയുള്ള റബ്ബർ ഷീറ്റ്, ചപ്പാത്തി ഉണ്ട്. ഹാറ്റ്സൻ്റെ ഒരു തൈരുണ്ട്. പിന്നെ ഒരു സാനിറ്റൈസറും അതുപോലെ ഒരു കുഞ്ഞി പാക്കറ്റ് ഉപ്പും തന്നിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ടിഷ്യൂ പേപ്പറും പിന്നെ ഒരു സ്പൂൺ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഭക്ഷണത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ചപ്പാത്തി ഭയങ്കര ഡ്രൈ റീഹീറ്റ് തന്നെ.
പനീർ കറിയുടെ ഗ്രേവിയും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോയി. റീഹീറ്റ് ചെയ്തപ്പോൾ മൊത്തത്തിലങ്ങ് ഉണങ്ങിപ്പോയി. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. എന്നാലും കുഴപ്പമില്ല, കഴിച്ചപ്പോൾ അത്യാവശ്യം സ്വാദുണ്ട്. വലിയ ഗുണമില്ല, കുഴപ്പമില്ല. സേലത്തിൻ്റെ കാറ്ററിങ് കഴിഞ്ഞ വെച്ചപ്പോൾ തന്നെ അത്രയ്ക്ക് പോരാ, മാനേജബിൾ അത്ര കേട്ടോ. ഈ ഒരു മെമോ വരാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം കിടന്നു. മെമോ പറ്റി അപ്പോൾ അങ്ങനെ അവസാനം ഐസ്ക്രീം എത്തി. അമൂൽ ലൈറ്റ് മെയ്ഡ് ഫ്രം മിൽക്ക്. വാനില തന്നെയാണ് പതിവ് പോലെ. ബട്ടർ സ്കോച്ച് കൊടുക്കണം എന്നൊക്കെയാണ് IRCTC പറയുന്നത്. പക്ഷേ ഇവന്മാർ വാനില തന്നെ തരുള്ളൂ. എന്തായാലും വാനില ഫ്ലേവർ ഐസ്ക്രീമാണ് വന്നിട്ടുണ്ട്. ഐസ്ക്രീമോടുകൂടി ഈ ട്രെയിനിലെ സർവീസ് അവസാനിക്കുകയാണ്. നമ്മൾ കർണാടകയിലേക്ക് കയറി കഴിഞ്ഞു. എനിക്കൊന്ന് ആനേക്കാൽ റോഡ് സ്റ്റേഷൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഒരു സ്റ്റേഷൻ കുറച്ച് പാസ് ചെയ്തായിരുന്നു. ഹീരലിഗേ സ്റ്റേഷൻ കൂടെ റൺ ത്രൂ ആയി. ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ പതുക്കെ കയറുക, എന്നിട്ട് നല്ല സ്പീഡിൽ റൺ ത്രൂ അടിക്കുക. നല്ല രസമുള്ള ഡ്രൈവിംഗ് സ്റ്റൈലാണ്. അതായത് വന്ദേ ഭാരതിൻ്റെ കേപ്പബിലിറ്റീസ് മുഴുവനായിട്ട് ഇയാൾ നമ്മൾ കാണിക്കും. ഏതായാലും സ്റ്റേഷൻ അറിയാം. ബാനസവാടി സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. സോറി, ബാനസവാടിയും പോട്ടെ, മാടത്തള്ളി റോഡ് സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. ബേലന്തൂർ റോഡ്, സോറി, ബേലന്തൂർ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. എന്ന് പറയുമ്പോൾ നമ്മൾ ഏറെക്കുറെ എത്താറായി. നമ്മളിപ്പോൾ ഏറെക്കുറെ എത്താറായിട്ടുണ്ട്. കുറച്ച് നേരത്തെ നമ്മൾ ഔട്ടർ റിംഗ് റോഡ് ക്രോസ് ചെയ്തു. മാരത്തഹള്ളി പ്രദേശം ക്രോസ് ചെയ്തു. നമ്മൾ ജസ്റ്റ് ബയ്യപ്പനഹള്ളിയിലോട്ട് കയറാൻ പോകുന്നു, തിരിയാൻ പോവാണ്. ഇപ്പോൾ ലൈൻ ഡബിളിങ്ങിൻ്റെ ഭാഗമായിട്ട് പണിയുന്ന പുതിയ പാലമാണ് ഈ കാണുന്നത്. മുകളിൽ കൂടെ പോകുന്ന മെട്രോ ആണ്, മെട്രോൻ്റെ പേർപ്പിൾ ലൈനും. ഇവിടെ ഡബിളിങ്ങിൻ്റെയാണ് മെട്രോൻ്റെ ഭാഗമായിട്ടാണ്. അതിലൂടെ ഒരു വീട്, ഒരു ബിൽഡിംഗ് പൊളിച്ചു കളയുന്നുണ്ട്. മെട്രോൻ്റെ ആണ് കാര്യം, പാലം പണി നടക്കുന്നുണ്ട്. ഇവിടെ ബ്ലൂ ലൈൻ മെട്രോൻ്റെ വർക്ക് ഇങ്ങോട്ട് വരും. ബ്ലൂ ലൈൻ കരി മെട്രോ സ്റ്റേഷൻ ഉപയോഗിക്കും.
കാണുന്ന വർക്ക് മിക്കവാറും ഇതിൻ്റെയാണ് 5th 6th 3rd 4th ലൈനിൻ്റെയാണ്. വൈറ്റ് ഫീൽഡിലോട്ട് പോകുന്ന 3rd 4th ലൈനിൻ്റെ വർക്കാണ് കാണുന്നത്. ജസ്റ്റ് ബൈപ്പനാളി സ്റ്റേഷനിലേക്ക് കയറുന്നു. നമ്മൾ തൊട്ട് മുന്നിലായിട്ട് മധുരൈ വന്ദേ ഭാരത്, മധുരൈ ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് വന്ദേ ഭാരത് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുമെന്നറിയില്ല. സ്ലോ ഡൗൺ ഒന്നുമില്ല, നമുക്ക് ക്ലിയറൻസ് കിട്ടിയെന്ന് തോന്നുന്നു. നമ്മൾ പിക്കപ്പ് ചെയ്ത് പോകുന്നു. നമ്മൾ ജസ്റ്റ് കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിലോട്ട് കയറുന്നു. ട്വിൻ ഗുണ്ടക്കൽ WG7s ആണ്. അങ്ങനെ നമ്മൾ ബംഗളൂരു കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:03, ഏകദേശം 47 മിനിറ്റ് ബിഫോർ ടൈമാണ്. അപ്പുറത്തോട്ട് അവിടെ കിടക്കുന്ന മധുരയുടെ റേക്ക്, മധുരൈ ബാംഗ്ലൂർ കൻ്റോൺമെൻറ്റിൻ്റെ റേക്ക്. ആ കിടക്കുന്ന ട്രെയിൻ മധുരയിൽ നിന്ന് ഒന്നാണ്. അത് നമുക്ക് തൊട്ട് മുന്നേ വന്ന ട്രെയിനാണത്. അതിപ്പോൾ 1:30 പോവും. ഇത് 2:50 തിരിച്ചു പോകും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കോച്ച്. നമ്മളങ്ങനെ ബാംഗ്ലൂരിൽ നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു യാത്ര. നമുക്കെന്നാൽ പതുക്കെ പുറത്തിറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. പുറത്തിറങ്ങാം. അപ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് നമ്മൾ വന്ന വണ്ടി, ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്നതാണ് മധുരയ്ക്ക് പോകേണ്ട വണ്ടി. 2 അരമണിക്കൂർ ഗ്യാപ്പിൽ തിരിച്ചു പോകും. അരമണിക്കൂറല്ല, 50 മിനിറ്റ് ഗ്യാപ്പിൽ തിരിച്ചു പോകും. ഇതിൻ്റെ ഒരു അരമണിക്കൂർ പുറകിൽ എറണാകുളത്തേക്ക് ഒരു വണ്ടിയും കൂടി വിട്ടാൽ മതി, നമുക്കൊരു കുഴപ്പമില്ല. ഇത് 2:20 ഇനി ഒരു അരമണിക്കൂർ പുറകിൽ ഒരു 3 മണിക്ക് എറണാകുളത്തേക്ക് ഒരെണ്ണം കൂടി വിട്ടാൽ മതി, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മളിവിടെ കൊണ്ടുവന്നിട്ട ട്രെയിൻ. ഇവിടെ റെഡി ആയിട്ട് തിരിച്ചു പോകാൻ ക്ലീനിങ് ഒക്കെ ചെയ്ത് നിൽക്കുകയാണ്. അതാണ് മധുരയിലേക്ക് പോകുന്ന ട്രെയിൻ. അത് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നു. അതിൻ്റെ ഗാർഡ് ക്രൂ ഒക്കെ ടേക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ക്ലീനിങ് ക്രൂ ഇതിലേക്ക് കയറി അവർ ഇതിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാര്യം കൻ്റോൺമെൻറ്റ് സ്റ്റേഷൻ ഒന്നും കാണിക്കാൻ പറ്റില്ല. പഴയ സ്റ്റേഷൻ അങ്ങോട്ടുള്ള വഴി മുഴുവൻ അവർ അടച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ല. അപ്പോൾ പഴയ സ്റ്റേഷൻ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും കാണിക്കാൻ പറ്റില്ല. അവർ ഇവിടെ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വഴി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. പുറത്തു എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് അഡീഷണൽ വിഷ്വൽസായിട്ട് ഇതിന് എൻഡിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടേക്കാം. അതല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും കാണിക്കാൻ വഴിയില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നല്ലൊരു വീഡിയോ ആയിരുന്നു തോന്നുന്നു. കാര്യം നമ്മൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് ഇന്ന് യാത്ര ചെയ്തത്. ഫുഡിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചിരുന്നു. ഇപ്രാവശ്യം ഫുഡ് ടേസ്റ്റിങ്ങും ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഒരു മെഗാ വന്ദേ ഭാരത് എപ്പിസോഡ് ഇനി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഡിസംബറിലാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും നിങ്ങൾ വീഡിയോ കാണുമ്പോഴേക്കും ജനുവരിയോ, അപ്പോൾ അതിനായി കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.